إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരുടെയും ഇഷ്ടവും സാമീപ്യവും നാം ആഗ്രഹിക്കാറുണ്ട്. ഇഷ്ടപ്പെടുന്നവരുടെ സാന്നിധ്യം ആഗ്രഹിക്കുകയും അവരോടൊപ്പം കഴിഞ്ഞുകൂടാൻ താൽപ്പര്യം കാണിക്കാറുമുണ്ട്. അവരുടെ അഭാവം നമ്മെ ദുഃഖിപ്പിക്കാറുണ്ട്. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അസൂയ തോന്നുന്ന ഒരു വിഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച സ്വഹാബത്ത്. ആ സ്വഹാബത്തിനും ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്നറിയിക്കുന്ന ഒരു വചനമാണ് അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും എന്ന സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് അവരുടെ ദേഹങ്ങളെക്കാൾ കടപ്പെട്ടിരിക്കുന്നു. ആ റസൂലുള്ളാഹിയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്നാണ് അല്ലാഹു അറിയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസം ഈ ഐഹിക ജീവിതത്തിൽ ലഭിച്ചിട്ടും പരലോകത്ത് സ്വർഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം കൊതിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ സ്വഹാബികൾ. ഒരിക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. ദുഃഖിതനായിട്ടാണ് കാണുന്നത്. റസൂലുള്ള ചോദിക്കുന്നു, മാലി അറാക മഹ്സൂനൻ യാ സൗബാൻ. സൗബാൻ, നീ ദുഃഖിതനാണല്ലോ, എന്തു പറ്റി എന്ന്. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ബി മറളുൻ വലാ വജ. എനിക്കെന്തെങ്കിലും രോഗമോ പ്രയാസമോ ഒന്നുമില്ല റസൂലേ. ദക്കർത്തുൽ ആഖിറ അഖാഫു അല്ലാ അറാക. ഞാൻ കുറച്ചു നാളുകളായി പരലോകത്തെ ഓർക്കുന്നു. ആ പരലോകത്ത് വെച്ച് അങ്ങയെ ഞാൻ കാണില്ലല്ലോ എന്നത് എന്നെ വേദനിപ്പിക്കുന്നു. ലിഅന്നക തുർഫഉ ഇലാ ഇല്ലിയീന മഅൻ നബിയ്യീൻ. കാരണം പരലോകത്ത് സ്വർഗത്തിൽ മറ്റു നബിമാരോടൊപ്പം ഇല്ലിയീൻ എന്ന ദർജയിലേക്ക് താങ്കൾ ഉയർത്തപ്പെടും. വഇന്നി വഇൻ ദഖൽതുൽ ജന്ന കുന്തു ഫീ മൻസിലത്തിൻ അദ്നാ മിൻ മൻസിലതിക്. ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ
താഴെ പദവികളിലായിരിക്കും എന്റെ സ്ഥാനം. വഇല്ലം അറഹ അദ്ഖുൽഹ ലം അറക അബദ. സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ താങ്കളെ കാണാൻ ഒരിക്കലും എനിക്ക് സാധ്യമല്ല. ഈ സമയത്താണ് സൂറത്തുൻ നിസായിലെ 69-70 വചനങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. വമൻ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്സുന ഉലൈക റഫീഖ ദാലികൽ ഫളു മിനല്ലാഹ്. ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സഹവാസം അതുവഴി ലഭിക്കാനിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന പക്ഷം അവർ നബിമാരോടൊപ്പം സിദ്ദീഖുകളും ശുഹദാക്കളും സജ്ജനങ്ങളുമായ സത്യവിശ്വാസികളുടെ കൂടെ സ്വർഗത്തിൽ സഹവാസം നേടിയെടുക്കും. ദാലിക്കൽ ഫളു മിനല്ലാഹ്. അതാർക്ക് ലഭിക്കുന്നുവോ അത് അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിച്ച ഫളലാണ്, ഔദാര്യമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാം നമ്മോട് ചോദിക്കുക, ആത്മാർത്ഥമായി നമ്മോട് നാം ചോദിക്കുക, ഞാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടോ? ആ റസൂലുള്ളയോടൊപ്പം സ്വർഗത്തിലുള്ള സഹവാസം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ നമ്മോട് ചോദിക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റജുലൻ സഅലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതസ്സാഅ. ഒരാള് വന്ന് റസൂലുള്ളയോട് അന്വേഷിക്കുന്നു, എപ്പോഴാണ് അന്ത്യസമയം? റസൂലുള്ള ഉടനെ ചോദിക്കുന്നു, വമാ അഅദത്ത ലഹ. നീ അതിനുവേണ്ടി എന്താണ് തയ്യാറാക്കി വച്ചിട്ടുള്ളത്? അന്ത്യസമയം സംഭവിച്ചാൽ, അന്ത്യനാൾ വന്നാൽ അവിടെ രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്നാണ് ചോദ്യം. ഖാല, ആ സ്വഹാബി പറഞ്ഞത്, ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂല. ഒന്നുമില്ല, പക്ഷെ ഞാൻ അള്ളാഹുവിനെയും അള്ളാഹു നിയോഗിച്ച റസൂലുള്ളയെയും ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഇത് പറയാനാണ് നമുക്കും കഴിയേണ്ടത്. അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുത്തു, അൻത മൻ അഹ്ബബ്ത. നീ സ്നേഹിച്ചവരോടൊപ്പമാണ്. ഇത് കേട്ട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹ്നാ ബിഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, നീ സ്നേഹിച്ചവരോടൊപ്പം തന്നെ എന്ന വാക്ക്, ആ വാക്ക് കേട്ടിട്ട്, ആ വാക്ക് കേട്ട് സന്തോഷിച്ച അത്ര മറ്റൊന്നുകൊണ്ടും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല, ആഹ്ലാദിച്ചിട്ടില്ല എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു എന്ന് പറഞ്ഞെങ്കിൽ അത് നാവുകൊണ്ടുള്ള ഒരു പറച്ചിൽ മാത്രമായിരുന്നില്ല. അവരത്, ആ സ്നേഹപ്രകടനം അങ്ങാടികളിലെ ഒച്ചപ്പാടുകളല്ല, കവലകളിലെ കോലാഹലങ്ങളല്ല, ഞാൻ റസൂലുള്ളയെ സ്നേഹിക്കുന്നു എന്ന വ്യാമോഹങ്ങളല്ല, വ്യാമോഹം പറച്ചിലല്ല, മറിച്ച് ജീവിതത്തിലൂടെ ഇസ്ലാമിക ജീവിതം നയിച്ചുകൊണ്ടായിരുന്നു അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മുൻഗാമികളായ അവരൊക്കെ തെളിയിച്ചിരുന്നത്. ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും മുഴുകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ സ്നേഹിക്കേണ്ട ആരൊക്കെയുണ്ടോ അവരെല്ലാറ്റിനേക്കാളും സ്നേഹിച്ച് പൂർണ്ണമായി ആ പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതാണ് അല്ലാഹു ഉണർത്തിയത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി
യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറഞ്ഞു കൊടുക്കൂ അവർക്ക്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പൂർണ്ണമായി പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ്, അതുവഴി അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളിൽ വന്ന വീഴ്ചകൾ അല്ല പൊറുത്തു തരും. അല്ലാഹ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞത് കാണും, ആദിഹിൽ ആയത്തുൽ കരീമ ഹാക്കിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹി തആല വലൈസ മുത്തബിഅൻ ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖൽ ഇത്തിബാഇ. ഈ ആയത്ത് ഒരു വിധി പറയുന്നുണ്ട്. എന്താണ് വിധി? അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുകയും ചെയ്യാത്തവർക്ക് എതിരിലുള്ള ഒരു വിധി പറച്ചിലാണ് ഈ വചനമെന്നാണ്. എന്ന് പറഞ്ഞാൽ അത്തരക്കാർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുന്നവരല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നവരല്ല എന്നാണ് ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം ഭൗതിക ലോകത്ത് കിട്ടിയവർ വീണ്ടും ആ സഹവാസം പരലോകത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ ആ റസൂലുള്ളാഹിയെ ഇവിടെ വെച്ച് കാണാൻ കഴിയാത്ത, ആ സ്വഹാബത്തിനെ കാണാൻ കഴിയാത്ത നമുക്ക് ചെയ്യാനുള്ളത് അങ്ങേയറ്റം അവരെ സ്നേഹിക്കുക തന്നെയാണ്. ആ സ്നേഹം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നിർവഹിച്ച് റസൂലുള്ളാഹിയുടെ മുറാഫക്കത്ത് സ്വർഗത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ കൂടെ ഒരു രാത്രി കഴിച്ചു കൂട്ടുകയും റസൂലുള്ളാഹിക്ക് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന സമയത്ത് ഒളുവെടുക്കാനുള്ള വെള്ളവും മറ്റും നൽകി സഹായിച്ചപ്പോൾ ആ സമയത്ത് നിനക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ എന്ന് റസൂലുള്ളാഹി ആവശ്യപ്പെട്ടപ്പോ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അതാണ് റബീഅ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത്. അങ്ങയോടൊപ്പം ഇതുപോലെ സ്വർഗത്തിലുള്ള സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നു. അവഗൈറ ദാലിക്, മറ്റൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു. ഹുവ ദാക്, റസൂലേ അത് മതി എന്ന് റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് ഫഅഇന്നി അലാ നഫ്സിക ബികത്റത്തി സുജൂദ് എന്നാണ്. സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ ഏതൊക്കെയുണ്ടോ ആ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം നേടിക്കോ, എന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു സംഭവം നോക്കൂ. ഖറജ റസൂലുള്ളാഹി ഇലൽ മഖ്ബറ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്ബറയിലേക്ക്, ഖബറാളികളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പ്രാർത്ഥിച്ചു. ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വദിത്തു അന്നി ഖദ് റഅയ്തു ഇഖ്വാനനാ, ഞാൻ അതിയായി കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു നമ്മുടെ സഹോദരങ്ങളെ കാണാൻ എന്ന് റസൂലുള്ളാഹി പറയുന്നു. ആ സമയം കൂടെയുള്ള സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അലസ്നാ ബി ഇഖ്വാനിക്, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരങ്ങൾ? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു, ഖാല ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്. എന്നാൽ വഇഖ്വാനുന അല്ലദീന ലം യൗതൂക ബഅദു, ഇതുവരെ എനിക്ക് കാണാൻ കഴിയാത്ത ഈ ഉമ്മത്തിൽ വരാത്തവരാണ് നമ്മുടെ സഹോദരങ്ങൾ. അപ്പൊ സഹാബത്ത് വീണ്ടും ചോദിക്കുന്നു, പരലോകത്തെങ്ങാനും അവരെ കണ്ടാൽ താങ്കൾക്ക് എങ്ങനെ അവരെ തിരിച്ചറിയും? റസൂലുള്ളാഹി പറഞ്ഞു, അവരെ ഞാൻ തിരിച്ചറിയുക, ഫഇന്നഹും യഅ്തൂന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജലീന മിനൽ വുളൂ, വുളുവെടുത്ത് വുളുവിലെ അവയവങ്ങൾ പരലോകത്ത് പ്രത്യേകം പ്രകാശിച്ച അവസ്ഥയിൽ എന്റെ ഉമ്മത്ത് പരലോകത്ത് വരുമ്പോ എന്റെ സഹോദരങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഇങ്ങനെ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ, റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യാൻ, ആ റസൂലുള്ളാഹിയെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും ഇഷ്ടപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വേണം റസൂലുള്ളാഹിയുടെ മുറാഫക്കത്ത് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇത് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഞാൻ പരലോകത്തതാ അനഫറത്തുക്കും അലൽ ഹൗൽ, ഹൗലുൽ കൗസർ എന്ന ആ പാനജലം കുടിക്കാൻ ഞാൻ ആദ്യമെത്തും, ഞാൻ നിങ്ങളെ മുൻകടന്നെത്തും. എന്നിട്ടതാ അലാ യുഹാദന്ന റിജാലും മിൻ ഹൗലി കമാ യുദാദുൽ ബഈറുൽ ളാൽ. ഒരാളുടെ ഒട്ടകക്കൂട്ടത്തിലേക്ക് ഒട്ടകം വഴിതെറ്റി വന്നാൽ ആ വഴിതെറ്റി വന്ന ഒട്ടകത്തെ ആട്ടിപ്പായിക്കും പോലെ എന്റെ ഉമ്മത്തിൽ ചില ആളുകളെ പരലോകത്ത് ഹൗലുൽ കൗസറിന്റെ അടുത്ത് നിന്ന് ആട്ടി അകറ്റപ്പെടും. അപ്പൊ ഞാനിങ്ങനെ പറയും, അവൻ നമ്മിൽപ്പെട്ടവനാണല്ലോ, ഹലുമ്മ ഹലുമ്മ, ഇതാ എന്റെ അടുത്തേക്ക് വരൂ, എന്റെ അടുത്തേക്ക് വരൂ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഫയുഖാൽ, എന്നോട് പറയപ്പെടും, ഇന്നഹും ഖദ് ബദ്ദലു ബഅദി, അവർ താങ്കളുടെ കാലശേഷം ഈ ദീന് മാറ്റിമറിച്ചവരാണ്. ഇന്നഹും ഖദ് അഹ്ദസു ബഅദക്, ഈ ദീനിൽ പുത്തനാചാരങ്ങൾ കൊണ്ടുവന്നവരാണവർ എന്ന് പറഞ്ഞ് അവരെ എന്നിൽ നിന്ന് അകറ്റും, ഞാനും അവരെ അകറ്റിക്കളയുമെന്നാണ്. ദീനിൽ പുത്തനാചാരങ്ങൾ കൊണ്ടുവന്നാൽ അവർക്ക് പരലോകത്ത് സ്വർഗമില്ല, റസൂലുള്ളയുടെ സഹവാസമില്ല, ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇങ്ങനെ ഇന്ന് ദീനിനെ മാറ്റിമറിച്ച് ദീനിൽ കൊണ്ടുവന്ന പുത്തനാചാരമാണ് റബീഉൽ അവ്വൽ 12 പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു എന്ന പേരിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും ആഘോഷങ്ങളും ഭക്ഷണം കൊടുക്കലും എല്ലാം ബിദ്അത്താണ്. അത് പ്രവാചക സ്നേഹമല്ല, പ്രവാചകനുള്ള എതിര് കാണിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് കിട്ടിയ ശേഷം 23 റബീഉൽ അവ്വൽ റസൂലുള്ള ജീവിച്ചിരിക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. റസൂലുള്ളയുടെ വഫാത്തിന് ശേഷം 4 ഖലീഫമാർ 30ഓളം വർഷം ഖിലാഫത്ത് ഭരണം നടത്തിയിട്ടുണ്ട് ഇസ്ലാമിക രാജ്യത്ത് മദീനയിൽ. റസൂലുള്ളയുടെ വഫാത്തിന് ശേഷം 9ഓളം ഭാര്യമാർ 30ലേറെ വർഷം, ആയിഷ റളിയല്ലാഹു അൻഹ 48 വർഷം ജീവിച്ചിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളയുടെ ഭാര്യമാരിൽ ഏറ്റവും ഒടുവിൽ മരണപ്പെടുന്ന നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. 30ലേറെ വർഷം അവരിലൂടെ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മരണപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, ആ സ്വഹാബിക്ക് എത്ര റബീഉൽ അവ്വൽ കിട്ടിയിട്ടുണ്ടാകും? അവര് ഒന്നും അനങ്ങിയിട്ടില്ല റബീഉൽ അവ്വലിൽ. റബീഉൽ അവ്വലിൽ റസൂലുള്ള ജനിച്ച മാസമാണല്ലോ എന്ന് കരുതി ഒരു അനക്കം പോലും ഈ പറഞ്ഞവർക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇമാം ഷാഫി റഹ്മഹുള്ളക്ക് ഉണ്ടായിട്ടില്ല. 4 അയിമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുമാർ അവർ ആഘോഷിച്ചതിനോ ആഘോഷിക്കാൻ കൽപ്പിച്ചതിനോ രേഖയോ പ്രമാണമോ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതൊക്കെ ഇന്ന് നാട്ടിൽ നടക്കുന്നതൊക്കെ ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് കടന്നു വന്നതാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മുമ്പിൽ റസൂലുള്ളയുടെ സുന്നത്തുണ്ട്. വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹ് വഫീകും റസൂലുഹു, നിങ്ങൾക്കെങ്ങനെ സത്യനിഷേധികളായി പോകാൻ കഴിയും? അള്ളാന്റെ വചനങ്ങളല്ലേ നിങ്ങൾ ഓതിക്കേൾക്കുന്നത്. വഫീകും റസൂലുഹു, നിങ്ങളിൽ റസൂലുണ്ടല്ലോ എന്നാണ് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത്. ആ ആയത്തിനെ വിശദീകരിച്ച് മുഫസ്സിറുകൾ പറഞ്ഞത്, റസൂലുള്ള വഫാത്തായിട്ടും വഫീകും റസൂലുഹു എന്ന് പറഞ്ഞാൽ വഫീകും സുന്നത്തു റസൂലിഹി, റസൂലുള്ളയുടെ സുന്നത്തുകൾ നിങ്ങളിലുണ്ട് എന്നതാണ്. ആ സുന്നത്തനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം ഏറ്റുവാങ്ങി റസൂലുള്ള ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുക, അങ്ങനെ മരിക്കാൻ ശ്രമിക്കുക എന്നതാവണം നമ്മുടെ പ്രവാചക സ്നേഹം. അതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ചോദിക്കുക, മുസ്ലിങ്ങളായ നമുക്ക് ചേരാത്ത ചടങ്ങുകളോ ആഘോഷങ്ങളോ അതുപോലുള്ള പരിപാടികളോ നമ്മുടെ ചുറ്റുപാടിലുണ്ടോ?
ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ എന്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കണം? പല മതക്കാരും നമ്മുടെ നാടുകളിലുണ്ട്. അവർക്കൊക്കെ ആഘോഷങ്ങളുണ്ട്, അവരുടെ മതത്തിൻ്റെതായ പല പരിപാടികളുമുണ്ട്. ആ ചടങ്ങുകളൊക്കെ ഞാൻ ചേരണോ ചേരണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ട് അവയെ തിരിച്ചറിഞ്ഞ് തന്നെ ജീവിക്കണം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഏറ്റവും ഒടുവിൽ ഓരോ ദിവസവും ഉറങ്ങുന്ന നേരത്ത് പോലും സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യാൻ നബിച്ചര്യയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് പറഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ മത ചടങ്ങുകൾ, എനിക്ക് എന്റെ ചടങ്ങുണ്ട്, എന്റെ ആചാരങ്ങളുണ്ട്, എന്റെ വിശ്വാസമുണ്ട്. വൈദാ സമിഉൽ ലഗ്വ അഅറളു അൻഹു വഖാലു ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. നിരർത്ഥകമായ എന്ത് കണ്ടാലും എന്ത് അനുഭവിക്കേണ്ടി വന്നാലും കേട്ടാലും സത്യവിശ്വാസികൾ പറയും ലനാ അഅ്മാലുന, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രവർത്തനങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ചടങ്ങുകളും പ്രവർത്തനങ്ങളുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ ഈ രീതി അനുസരിച്ച് പോകും. അതില് മുഴുകി അതിനോട് രാജിയായി ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ കാറ്റിൽ പറത്തുന്ന, അതിനൊരു വിലയും ഗൗരവവും കൊടുക്കാത്ത നിലക്കാണ് മുസ്ലിം നാമമുള്ളവർ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലൊക്കെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ നമുക്കറിയാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭക്തിയോടെ നമസ്കാരം നിർവഹിക്കുന്ന സത്യവിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ അടയാളങ്ങൾ പറയുന്നുണ്ട് വിശ്വാസികൾക്ക്. അതിലെ നമസ്കാര ശേഷം എടുത്തു പറഞ്ഞത് തന്നെ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ എന്നാണ്. അവര് നിരർത്ഥകമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത എന്തുണ്ടോ അതിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നവരാണ് എന്നാണ്. അവരാണ് ഫിർദൌസ് എന്ന സ്വർഗം അനന്തരമെടുക്കുന്നവർ എന്ന് അള്ളാഹുവോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കുക. ഇതാണ് എന്റെ സംസ്കാരം, ഇതാണ് എന്റെ മാർഗം, ഇത് വിട്ട് കളിക്കുന്നവനല്ല ഞാൻ എന്ന തീരുമാനമെടുക്കാൻ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ തൃപ്തി നേടി, അവന്റെ ഇഷ്ടം നേടി ഇസ്ലാമിക സംസ്കാരത്തിലായി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. ഒന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. എത്രയോ രോഗികൾ വേദനിച്ച് പ്രയാസപ്പെട്ട് കഴിയുന്നു. അവർക്കൊക്കെയും റബ്ബ് പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم اعتقنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.